ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിനും വാസവനുമെതിരെ നടപടി വേണമെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ. ഇരുവരെയും പാർട്ടി സംരക്ഷിക്കില്ല. SIT കോടതിയിൽ റിപ്പോർട്ട് നൽകിയാലുടൻ നടപടിയുണ്ടാകും. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ടുള്ള നിലപാടാകും സർക്കാർ സ്വീകരിക്കുക എന്നും വാസവൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പത്മകുമാറിനും വാസുവിനുമെതിരെ പാർട്ടി സംഘടനാ നടപടിയെടുക്കാതിരുന്നത് തിരിച്ചടിയായി എന്ന വിമർശനങ്ങൾക്കിടെയാണ് ദേവസ്വം മന്ത്രി നിലപാട് വ്യക്തമാക്കുന്നത്. ശരിയാണ്, രണ്ടുപേരുടെ ഒരു നടപടി ഉണ്ടാവേണ്ടതാണെന്ന് ഒരു സംശയവും പാർട്ടിക്കില്ല, അവരെ സംരക്ഷിക്കുകയില്ല. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ കടുംപിടുത്തത്തിന് ഇല്ലെന്ന സൂചനയാണ് വി എൻ വാസവന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. ക്യാബിനറ്റ് ആലോചിച്ചും മുന്നണി ആലോചിച്ചും ഈ കാര്യത്തിൽ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെയുള്ള നിലപാടിലേക്ക് വരാൻ ശ്രദ്ധിക്കും. ശബരിമല വിവാദത്തിൽ പ്രതിപക്ഷവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗൂഢാലോചന നടത്തിയെന്നും മന്ത്രി ആരോപിക്കുന്നു. 2025 സെപ്റ്റംബർ 17 ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് കാണാനില്ലെന്ന് ഒരു ചാനലിൽ വിശദീകരിക്കുന്നു. 2 ദിവസം കഴിയുമ്പോൾ അടിയന്തര പ്രമേയം വരുന്നു. ഒരാഴ്ച കഴിയുമ്പോൾ അയാളുടെ വീട്ടിൽ നിന്ന് വിജിലൻസ് ഇത് കണ്ടെടുക്കുന്നു. കള്ളൻ കപ്പലിൽ തന്നെയല്ലേ. അപ്പോൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടാക്കി ഈ ചാനലിൽ കയറി പറയാനൊരു നിർദ്ദേശം വന്നു ഇവിടുന്ന തന്ത്രി പെരിങ്കള്ളൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശത്തോട് വി എൻ വാസവന്റെ പ്രതികരണം ഇങ്ങനെ: SIT കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്ത് തന്ത്രിക്ക് ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയുടെ അനുമതിയാണ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. CPM പറഞ്ഞ അറസ്റ്റല്ല, ഞങ്ങളല്ല അങ്ങേര് കള്ളനാന്ന് പറഞ്ഞത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയ കാരണം പ്രവർത്തകരുടെ അമിത ആത്മവിശ്വാസവും അനാസ്ഥയുമാണെന്നും വി എൻ വാസവൻ കൂട്ടിച്ചേർത്തു. മീഡിയ 1 തിരുവനന്തപുരം.